ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു മധുര പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി കൂടിയായിരിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് വെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദാപ്പൊടി ചേർത്ത ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ ഈ മാവ് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ ചൂടുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. മാവ് ഇപ്പം നമ്മളിവിടെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തി പലകയിലേക്ക് വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഈ കോലിലും പലകയിലും അല്പം ഓയിലൊന്ന് തേച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്കിത് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ വേണ്ടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് പഞ്ചസാര ലൈന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്ത് തന്നെ വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. കയ്യിൽ ഒട്ടുന്ന ആ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്നാക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.